ഒരു പുതിയ സ്ഥലം തേടി പോവുകയാണ്. ഹംഗറിയിലെ ഹിഡൻ ജെംസ് തേടിയുള്ള രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് പുതിയൊരു നഗരത്തിലേക്കാണ്. നമ്മൾ എത്തപ്പെട്ട 200 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു ഹംഗറിയിലെ ഒരു പുതിയ നഗരത്തിൽ. നഗരം എന്ന് പറഞ്ഞാൽ ഈഗർ എന്നറിയപ്പെടും. ഈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടകളും വൈൻ മരങ്ങളും തിങ്ങി നിറങ്ങിയ അടിപൊളി ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നമ്മൾ അവിടുത്തെ വ്യൂസ് നമുക്ക് കാണാം. അതാണ് നമ്മളെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ ടോപ്പിൽ കയറി നിന്നാൽ കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പക്ഷേ ഇതിനൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ആദ്യമേ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ അവശേഷിക്കുന്ന ഓട്ടോമൻ കാലഘട്ടത്തിൽ പണിഞ്ഞ ചില ആർക്കിടെക്ചറുകളിൽ ബാക്കി നിൽക്കുന്ന ഒരേ ഒരെണ്ണം യൂറോപ്പിലുള്ളത് ഈ മനാർട്ട് എന്ന് പറയുന്ന ഈ ഈഗറിലുള്ള ഈ ഇതാണ്. ഇതിന് ഒരു പള്ളിയായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു മുസ്ലിം പള്ളിയുടെ പ്രാർത്ഥനാ കേന്ദ്രമായിരുന്നു ഓട്ടോമൻ കാലഘട്ടത്തിൽ. അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിയുടെ ഇത് മാറ്റി അവർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഈഗറിൻ്റെ ഒരു സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗറിൻ്റെ ഫുൾ വ്യൂ, ഒരു ഈഗർ എന്ന സിറ്റിയുടെ മനോഹാരിത ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. യൂറോപ്പിലെ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യപ്പെടുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ വരാൻ പറയുന്നതുമായ ഒരു സ്ഥലം ഇതാണ്. ഇവിടെ കയറിപ്പോകാൻ ഇച്ചിരി പാടാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നല്ല ചൂടും, ഒരാൾക്ക് നമുക്ക് കാല് ചവിട്ടി പോകാൻ പറ്റുന്ന അത്ര മാത്രമേ അതിനകത്ത് കയറിപ്പോകുള്ളൂ. ഒരു സമയത്ത് അവർ ആകെ 5-6 പേരെ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ. കാരണം അതിൽ കൂടുതൽ ആൾക്കാർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ മേളിലോട്ട് കയറി പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ വലിയ ഇതൊന്നുമില്ല. കാരണം ഒരു ചവിട്ടി പടിയൊക്കെ ഇടതൂർന്നിരിക്കുകയാണ്. നമുക്ക് ചവിട്ടി നമ്മളൊരു 142 പടി 92 പടി ചവിട്ടി കയറിയാൽ മാത്രമേ ടോപ്പിലെത്തിയ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ആ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും വരണ്ടായിരുന്നു, എന്തിനാ ഇതിനെ മണ്ടക്കോട്ട് ഇങ്ങനെ വലിഞ്ഞു കയറുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങ് മേളിൽ ചെന്ന് കഴിയുമ്പം ഒരു വ്യൂ ഉണ്ട്. അത് കണ്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലൊരു വ്യൂ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട കോട്ട, ഈഗർ കോട്ട, അതേപോലെ തുടങ്ങി അവിടുത്തെ ബസേലിക്ക ചർച്ച് മുതൽ എല്ലാം ആ വ്യൂ ഫുള്ള് നമുക്ക് ആ ഒറ്റ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അതിന് കാണാൻ വേണ്ടി വരുന്നുണ്ട്, യൂറോപ്യൻസ്. അത് ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ നമ്മൾ കയറി ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ. കാരണം നമ്മളിവിടെ വന്നത് ഇത് കാണുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം പക്ഷേ കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ കയറി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് മേളിൽ ചെല്ലുമ്പോൾ ആ വ്യൂ കണ്ട് ആ ഒരു ഫുള്ളൊരിത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. ആ പള്ളി വേറെ അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് അതിന് തൊട്ട് മേളിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ആ കണ്ട് നിൽക്കാൻ തോന്നും. അതുപോലത്തെ കാഴ്ചകളാണ് അവിടെ. നിങ്ങൾക്ക് തോന്നില്ലേ അത് കാണണമെന്ന്? മേളിൽ വന്ന് നല്ല അടിപൊളി എന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നില്ലേ നമുക്ക്? നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും ഇത് വന്ന് കാണണം എന്ന്, ഇല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം എനിക്കിത് ഭാഗ്യമായി തോന്നാൻ ഒരു കാര്യമുണ്ട്. ഞാൻ പണ്ടൊന്നും അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഒരുപാട് കാലഘട്ടമൊക്കെ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ബോയ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചിലവും വരവൊക്കെ അറിഞ്ഞ് വീട്ടിൽ ജീവിച്ചതുകൊണ്ട് പല യാത്രകളും എനിക്ക് എൻ്റെ പല കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇവിടെ ചെന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മളൊക്കെ കുറച്ച് നാളെ ജീവിക്കത്തുള്ളൂ. ജീവിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ രാവിലെ എണീക്കുകയോ പണിക്കുകയോ തിരിച്ചു വരിക മാത്രമല്ലാതെ നമ്മളുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതെന്തിനു വേണ്ടി മാറ്റി വെക്കണമെന്ന് ചിന്തിച്ചപ്പോൾ നമ്മളൊരു നാട്ടിൽ വന്നു, ആ നാട് കാണണ്ടേ എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു യാത്ര തുടങ്ങുകയും കുറേ നാളായി ഞാൻ യാത്ര തുടങ്ങിയിട്ട്. യാത്ര ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്ക് ഇപ്പോഴാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടുക. ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഹംഗറിയിലെയും യൂറോപ്പിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ലിമിറ്റേഷനുള്ളിൽ നിന്ന്.
അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനെന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകളാണ് ചെയ്യുന്നത്. വ്ളോഗും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ സാധാരണ ഫോണിൽ സാധാരണ എന്താ എഡിറ്റിങ്ങിലൊക്കെ ചെയ്തു വരുന്ന ഒരു സാധാരണ വ്ളോഗാണ്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തുമ്പം നിങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ തോന്നാം. അത് പക്ഷേ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഇത് ആദ്യമായി ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങളത് പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്കത് തിരുത്തപ്പെടാൻ പറ്റുള്ളൂ. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. തിരിച്ചിറങ്ങാൻ നേരത്ത് അങ്ങനെ വരാൻ എനിക്കത്ര ഇറങ്ങിപ്പോകാൻ അത്ര സന്തോഷമൊന്നുമില്ല. പക്ഷേ 45 മിനിറ്റ് നമുക്ക് സമയം അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം അടുത്ത ആൾക്കാർ കയറണമെങ്കിൽ നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ അവിടുത്തെ കയറാൻ പറ്റത്തുള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ തിരിച്ച് ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ പടിവെല്ലാം അടുത്തടുത്തായിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയ്യെ ക്യാമറയും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. തലയിടിക്കാതെ നീളക്കൂടും ആയതുകൊണ്ട് തലയിടിക്കാതെ നോക്കണം. അത് വേറെ കാര്യം. പിന്നെ ഫ്രണ്ടി ആൾക്കാർ പോകുന്നുണ്ട്. അവർ പോകുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതെല്ലാം നോക്കിയാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ എന്തായാലും ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച് അതിൻ്റെ ടോപ്പിൽ പോയാലും അതൊരു അടിപൊളി കാഴ്ചയാണ്. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങി ഇറങ്ങുകയാണ്. ഇച്ചിരി പാടാണ്. കാരണം ദൈവം അവിടെ ഇവിടെയെല്ലാം തലയിടിച്ച് എല്ലൊക്കെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. ഈഗർ എന്ന് പറയുന്നത് ഹംഗറിയിലെ ഒരു സിറ്റിയാണ്. ആ സിറ്റിയിലെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതിൽ ഒരു കാഴ്ചയാണിത്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ടുപിടിക്കണം. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് വരുന്ന പോവല്ല. വരുമോ ഒരു സ്ഥലത്ത് വരുമോ അവിടെ നിന്ന് എന്തൊക്കെ ആൾക്കാരോട് ചോദിക്കുകയോ അവരേതാണോ സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ച് പോവുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരെണ്ണം ഇതാണ് ഇത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കൊള്ളാം. ബാക്കി കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു കോട്ടയുണ്ട്. നമ്മുടെ നാട്ടിലെ ഉള്ള വേക്കൽ കോട്ടയൊക്കെ പോലൊരു കോട്ട ഇവിടെ ഉണ്ട്. അതേപോലെ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്കിത് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇത് കണ്ടിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടോ അതെല്ലാം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കൂടുക. ബാക്കി അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതാണ്. ബൈ അഖിൽ കൃഷ്ണൻ.